ഹലോ, സയാറ്റിക്ക പെയിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സയാറ്റിക്ക പെയിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സയാറ്റിക്ക പെയിൻ തുടങ്ങുന്നത് നട്ടലിന്റെ ഏറ്റവും അടിവശത്ത് നിന്നാണ് സയാറ്റിക്ക പെയിൻ സാധാരണ സ്റ്റാർട്ട് ചെയ്യാറ്. അവിടെ നിന്നും തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കാലിന്റെ ബട്ടക്സ് വഴി താഴേക്ക് ഇറങ്ങി വരുന്ന പെയിൻ ആയിട്ടാണ് ഈ വേദന കാണാറുള്ളത്. അതായത് റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും. ചില ആളുകൾക്ക് നട്ടലിന്റെ അടിവശത്ത് നിന്നും തുടങ്ങിയിട്ട് ബട്ടക്സ് വരെ, ചില ആളുകൾക്ക് തൊട വരെ, ചില ആളുകൾക്ക് കാല് മുഴുവനായിട്ട് റേഡിയേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുമ്പോൾ ഇത് റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല നിൽക്കുക, റേഡിയേറ്റ് ചെയ്തിട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, സയാറ്റിക്ക എന്ന് പറയുമ്പോൾ ഒരു നെർവാണ്. അപ്പൊ ആ നെർവ് ഏതിലൂടെയെല്ലാം സഞ്ചരിക്കുന്നോ ആ ഭാഗത്ത് മുഴുവൻ റേഡിയേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു കാലിൽ മാത്രമല്ല, ചില ആളുകൾക്ക് രണ്ട് കാലിലും ഇതുപോലെ തന്നെ റേഡിയേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ ഇതിന്റെ വേദന എന്ന് പറയുമ്പോൾ ഭയങ്കര ഷാർപ്പായിട്ടുള്ള വേദനയായിരിക്കും. അതായത് ഇങ്ങനെ കൊളുത്തി വലിക്കുന്നത് പോലത്തെ ഒരു വേദന എന്നായിരിക്കും പേഷ്യന്റ് പറയാം. സംസ്കൃതത്തില് സയാറ്റിക്ക വേദനയെ ഗൃദ്രസി എന്നാണ് പറയുന്നത്. ഗൃദ്രം എന്നാൽ കഴുകൻ എന്നാണ്. അപ്പൊ ഒരു കഴുകൻ കൊത്തി വലിക്കുന്നത് പോലത്തെ വേദന എന്നാണ് അവിടെ ഉപമ വരുന്നത്. അപ്പൊ അങ്ങനെ കൊത്തി വലിക്കുന്നത് പോലെ, ഇങ്ങനെ കൊളുത്തി വലിക്കുന്നത് പോലത്തെ ഷാർപ്പായിട്ടുള്ള പെയിൻ ആയിരിക്കും പേഷ്യന്റ് പറയാറുള്ളത്. പിന്നെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നെർവിന്റെ അസുഖം, നെർവ് കംപ്രഷൻ വഴി ഉണ്ടാകുന്ന അസുഖം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നംനെസ്, അതായത് തരിപ്പ് പറയാറുണ്ട്. വേദനയോട് കൂടി തന്നെ തരിപ്പും ഉണ്ടാകും. കൂടാതെ ഏത് കാലിനാണോ ഈ ഒരു സയാറ്റിക്ക വേദന ഉള്ളത് ആ കാലിന് വീക്ക്നെസ് ഉണ്ടാകാറുണ്ട്. അതായത് സ്റ്റെപ്പ് കയറാൻ, സ്റ്റെപ്പ് ഇറങ്ങാൻ, നടക്കാനൊക്കെ ആ കാല് ഭയങ്കര വീക്ക് ആയിട്ടിരിക്കുന്നത് പോലെ തോന്നാറുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ ഒരുപാട് സമയം ഇരിക്കുക അല്ലെങ്കിൽ ഒരുപാട് സമയം നിൽക്കുക, ചില ആളുകൾക്ക് തുമ്മുന്ന സമയത്ത്, ചില ആളുകൾക്ക് ചുമക്കുന്ന സമയത്തൊക്കെ വേദന കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. സാധാരണ കിടക്കുന്ന സമയത്ത് വേദന കുറവായിട്ടാണ് ഉണ്ടാകാറുള്ളത്. ഇതെല്ലാമാണ് സയാറ്റിക്ക പെയിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ വേദന, ഇത്തരത്തിലുള്ള വേദനയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് സയാറ്റിക്ക വേദന ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ വേദന ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു 7 ദിവസത്തെ ട്രീറ്റ്മെന്റും പിന്നെ അതിനുശേഷമുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സർസൈസും ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് സയാറ്റിക്ക വേദനയെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇങ്ങനത്തെ വേദന ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. താങ്ക്